കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ടൊരു അറസ്റ്റ് പോലീസിൻ്റെ ഭാഗത്ത് മലപ്പുറത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഈ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് വെച്ചൊരു യാത്രക്കാരിൽ നിന്നും MDMA പിടികൂടിയൊരു സംഭവം ഉണ്ടായിരുന്നു. പോലീസ് വിദഗ്ധമായ അന്വേഷണത്തിലായിരുന്നു പിടികൂടിയത്. ഇന്നിപ്പോൾ അതിൽ ഇത് കൈപ്പറ്റാനെത്തിയ ആളുകൾ പിടിച്ചു എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? ഇനി തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന്? കരിപ്പൂർ നമ്മളിപ്പോൾ ഈ 2025 ഏതാണ്ട് 4ാമത്തെ കേസാണ്. മേജർ ക്വാണ്ടിറ്റി കേസുകൾ നമുക്ക് വരുന്നത്. അതിൽ തന്നെ ഇതിന് മുന്നേ ഉണ്ടായ കേസുകളിലെ പോലെ തന്നെ മസ്കറ്റാണ് ഇതിൻ്റെ ഒറിജിൻ. മസ്കറ്റിൽ നിന്ന് വന്ന ഒരു പാസഞ്ചറാണ്. ആ പാസഞ്ചറിൻ്റെ കയ്യിലുണ്ടായിരുന്ന പാക്കേജിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള രഹസ്യവിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർക്ക് നമ്മൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ പാസഞ്ചറായിട്ട് വരുന്നവർക്കും റിസീവറായിട്ട് വരുന്നവർക്കും പൊതുവെ തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. എന്നിരിക്കലും ഈ ഓപ്പറേഷനകത്ത് പോലീസ് ഡാൻസ് ഓഫിൻ്റെ സമർത്ഥമായിട്ടുള്ള ഓപ്പറേഷനിൽ കൂടെ നമ്മൾ രണ്ടുപേരും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് അവരെ അറസ്റ്റ് ചെയ്യാനും പറ്റി. അവരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും അവരുടെ ഫോണുകളും മറ്റ് ഇൻ്റർനെറ്റ് ഉപയോഗവും എല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ സപ്ലയർ വിദേശത്തുള്ള സപ്ലയറിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ് എൻ്റെ ടീം. അതിനകത്ത് 1 കിലോയിലധികമാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചെറിയ മീനായിരിക്കില്ല. വലിയ കണ്ണികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുമെന്നും വിവരം ലഭിച്ചിട്ടുണ്ടാകും. ഇതിന് മുന്നത്തെ 2 കേസുകളിലും നമുക്ക് 1 കിലോയുടെ മുകളിലുള്ള കേസുകളുണ്ടായിരുന്നു. അതിലും നമ്മൾ അറസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. 1-2 പേര് ഇപ്പോഴും വിദേശത്ത് തന്നെ തുടരുന്നവരുണ്ട്. അവർക്കെതിരെ ഇൻ്റർപോൾ മുഖാന്തരമുള്ള കോർണർ നോട്ടീസുകൾ അടക്കമുള്ള നടപടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളികളായിട്ടുള്ള പ്രതികൾ അതിനകത്തുണ്ട്. മിക്കവാറും എല്ലാവർക്കും അഗെയിൻസ്റ്റ് തന്നെ ലുക്കൗട്ട് സർക്കുലറുകൾ ഇപ്പോഴും ലൈവാണ്. ചിലരുടെ 1-2 പേരുടെ പാസ്പോർട്ടുകൾ നമ്മൾ റദ്ദാക്കിയിട്ടുണ്ട്, റീജിയണൽ പാസ്പോർട്ട് ഓഫീസറുടെ ഉത്തരവ് പ്രകാരം. സോ ഈ കണ്ണികളെ പരമാവധി നിയമത്തിൻ്റെ ക്ലച്ചസിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേസിനകത്തും യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ASP കൊണ്ടോട്ടിയായിരിക്കും നേതൃത്വം നൽകുക. ആ ടീമിൻ്റെ വർക്ക് വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ അറിയിക്കും. എന്തായാലും അക്കാര്യത്തിൽ ഊർജിതമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കുന്നത്.